മിറർലെസിൻ്റെ കടന്നുവരവ് നിക്കോൺ ക്യാമറയിൽ 2 കൈ നീട്ടി സ്വീകരിച്ച ആളുകളാണ് കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർ. നമുക്കറിയാം, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിക്കോണിൻ്റെ പുതിയൊരു ക്യാമറ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടോക്ക് വിത്ത് ക്യാമറയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഫോട്ടോഗ്രാഫർമാരും ഫ്ലാഗ്ഷിപ്പ് ക്യാമറയുടെ പുറകെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ അത്യാവശ്യം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു ബോഡിയാണ് നിക്കോണിൻ്റെ C6-3യുടെ ബോഡി. നിക്കോണിൻ്റെ C6-2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഈ ക്യാമറയുടെ ബോഡി അല്പം കൂടി വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഷേപ്പും കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും അല്പം കൂടി ഹാൻഡി ആയിട്ട് ഒരല്പം തിക്കറായിട്ടുള്ള ഒരു ബോഡിയാണ് C6-3യിൽ വന്നിരിക്കുന്നത്. ഈ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിക്കോൺ പറയുന്നത് വേൾഡിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള വ്യൂ ഫൈൻഡർ ഡിസ്പ്ലേ ഉള്ള ഒരു ക്യാമറയാണ് C6-3 എന്നാണ്. ഏകദേശം 5.76 മില്യൺ ഡോട്ട്സോട് കൂടിയിട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് ഈ വ്യൂ ഫൈൻഡറിനകത്ത് വരുന്നത്. നിക്കോൺ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യൂ ഫൈൻഡർ കൊണ്ട് എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റിനെ പോലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വ്യൂ ഫൈൻഡറിലെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ക്യാമറ തരുന്നുണ്ട്. ഈ C6-3യുടെ വ്യൂ ഫൈൻഡറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിക്കോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ആയിട്ടുള്ള C9-നേക്കാളും 33% കൂടുതൽ ബ്രൈറ്റ്നസ് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. അതാണ് നിക്കോൺ പറയുന്നത് വേൾഡിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് വ്യൂ ഫൈൻഡറുള്ള ഒരു ക്യാമറയാണ് നിക്കോൺ C6-3 എന്ന് പറയുന്നത്. C9 ക്യാമറയിൽ 3000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് എങ്കിൽ ഇതിനകത്ത് ഏകദേശം 4000 ആണ്. സോ നമുക്കറിയാം, ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ക്യാമറയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു വ്യൂ ഫൈൻഡർ. അപ്പോൾ എനിക്ക് ഈ ക്യാമറ യൂസ് ചെയ്തപ്പോഴത്തേനും മനസ്സിലായത്, ഇപ്പോൾ നമ്മൾ സോണിയുടെയൊക്കെ ആണെങ്കിലും ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാനോണിൻ്റെ വ്യൂ ഫൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അറിയാം, ഭയങ്കര ഒരു സ്പെഷ്യൽ ക്വാളിറ്റി തന്നെ ഈ ക്യാമറയുടെ വ്യൂ ഫൈൻഡർ നമുക്ക് തരുന്നുണ്ട്. നിക്കോൺ പറഞ്ഞതുപോലെ വേൾഡിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഫൈൻഡറാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളതെന്നാണ്. സോ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോണിയുടെ 7M4 ക്യാമറയാണ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നൊരു ക്യാമറയാണ് സോണിയുടെ 7M4. ആ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതായത് ബ്രൈറ്റ്നസ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 നിറ്റ്സ് ആണ്. സോ ഈ ക്യാമറയിൽ വരുന്നത് 4000 ആണ്. സോ ഈ ഒരു 700 നിന്ന് 4000 വരെയുള്ള ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അത്രയ്ക്ക് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തരുന്ന ഒരു ക്യാമറയാണ് നിക്കോണിൻ്റെ C6-3 എന്നുള്ളത്. അതുപോലെ തന്നെ ഈ C6-3യിൽ വന്നിരിക്കുന്നത് നിക്കോണിൻ്റെ C9-ലൊന്നും കാണുന്നത് പോലത്തെ ഒരു LCD സ്ക്രീൻ അല്ല. നമ്മൾ കാനോണിൻ്റെയും അല്ലെങ്കിൽ സോണി 7M4 എല്ലാം വന്നിരിക്കുന്നത് പോലെ വേരി ആംഗിളായിട്ടുള്ള ഒരു LCD സ്ക്രീനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 3.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു സ്ക്രീനാണ് ഇതിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മുടെ C9-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ക്രീൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് നമ്മളെന്താ പറയുക, ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴല്ലാതെ ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജൊക്കെ എടുക്കുമ്പോൾ അല്പം ഡൗൺ ആംഗിളൊക്കെ പിടിക്കുമ്പോഴത്തേനും എന്താ പറയുക, അതൊരു ഇങ്ങനെ പുറത്തേക്ക് മടക്കി വെക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിങ്ങിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതെനിക്ക് C9-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു LCD സ്ക്രീൻ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പർപ്പസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് C6-3യിൽ വന്നിരിക്കുന്ന ഈ ഒരു LCD സ്ക്രീൻ എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. അതുപോലെ ഈ ക്യാമറയിൽ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ HDMI പോർട്ടാണ് നിക്കോൺ തന്നിരിക്കുന്നത്. പഴയ ക്യാമറകളിലുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു HDMI കണക്ടിവിറ്റി പോർട്ട് ഈ ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ക്യാമറയുടെ സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് 24 മെഗാ പിക്സലിൻ്റെ ഒരു പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസറാണ്. ഇതിൽ വരുന്നത് നിക്കോൺ പറയുന്നത് വേൾഡിലെ ആദ്യത്തെ പാർഷ്യലി സ്റ്റാക്ക്ഡ് CMOS സെൻസർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നിക്കോണിൻ്റെ ഹൈ എൻഡ് ക്യാമറയായ C9 അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ C8 പോലുള്ള ക്യാമറകൾ ഫുള്ളി സ്റ്റാക്ക്ഡ് ആയിട്ടുള്ളൊരു സെൻസറാണ് നമുക്ക് മുമ്പിൽ വന്നിരുന്നത്. എന്നാൽ ഈ ക്യാമറയിൽ പാർഷ്യലി സ്റ്റാക്ക്ഡ് എന്നാണ്, അതായത് ക്യാമറയുടെ മുഴുവൻ സെൻസറും C9-ലും C8-ലും വന്നിരിക്കുന്നത് പോലെ ഫുള്ളി സ്റ്റാക്ക്ഡ് സെൻസർ അല്ല ഈ ക്യാമറയിൽ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ എന്നാണ് നിക്കോൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിക്കോൺ C6-2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 3.5 മടങ്ങോളം റീഡ് ഔട്ട് സ്പീഡും അല്ലെങ്കിൽ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സ്പീഡ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്യാമറയ്ക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടും എന്നാണ് നിക്കോൺ അവകാശപ്പെടുന്നത്. നിക്കോണിൻ്റെ C6-3യുമായിട്ട് മത്സരിക്കുന്ന സോണി 7M4 അല്ലെങ്കിൽ കാനോണിൻ്റെ
R6 Mark II ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ പാർഷ്യലി സ്റ്റാക്കഡ് സെൻസർ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം. കാരണം ഈ നിക്കോണിൻ്റെ C8-ലും C9-ലെല്ലാം തന്നെ ഈ ഫുള്ളി സ്റ്റാക്കഡ് സെൻസർ ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റീഡ് ഔട്ട് സ്പീഡും അല്ലെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റിനൊന്നും നമ്മളിപ്പോൾ ഫ്ലിക്കറൊന്നും വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മൂവ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ ഡിസ്റ്റോർഷനൊന്നും വരാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് C9 പോലുള്ള ക്യാമറകൾക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ ഒരു പാർഷ്യലി സ്റ്റാക്കഡ് ആയിട്ട് വരുമ്പോൾ ഏകദേശം അതിനൊരു പകുതി റിസൾട്ടെങ്കിലും ഈ ക്യാമറയ്ക്ക് കിട്ടും. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റിനിൽ നിന്നും തന്നെ ഒരു ഡിസ്റ്റോർഷൻ ഇല്ലാത്ത രീതിയിൽ ഈ ക്യാമറ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ C6-യുടെ ഇമേജ് ക്യാപ്ചറിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 20 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഫുൾ റോ ക്വാളിറ്റിയിൽ ഇമേജസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോണിക് ഷട്ടറിൽ 20 ഫ്രെയിം പെർ സെക്കൻഡിൽ ഫുൾ ക്വാളിറ്റി റോയോട് കൂടി നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാവുന്ന സ്പീഡ് ഈ ക്യാമറ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ എക്സ്റ്റൻഡഡ് ഷട്ടർ സ്പീഡ് മോഡിൽ നമുക്ക് 1,16,000 സ്പീഡിൽ വരെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് ലൈറ്റൊക്കെ ഉള്ള സാഹചര്യത്തിൽ നല്ല ഫാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഷട്ടർ സ്പീഡ് മോഡ് 1,16,000 വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ക്യാമറ തരുന്നുണ്ട്. അതുപോലെ ഈ ക്യാമറയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു കാര്യം, ഇതിൽ നമ്മൾ C9-ലും C8-ലെല്ലാം കണ്ടുവന്നിരുന്ന ഹൈ ഫ്രീക്വൻസി ഫ്ലിക്കർ റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വർക്കൊക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ LED ലൈറ്റിലോ അല്ലെങ്കിൽ ഈ സീലിംഗ് ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഫ്ലിക്കറിങ് ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു അവൈലബിൾ ലൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലിക്കർ റിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിക്കോൺ ഈ ക്യാമറയിൽ നമുക്ക് ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ക്യാമറയുടെ മെക്കാനിക്കൽ ഷട്ടറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഫ്രെയിം പെർ സെക്കൻഡ് സ്പീഡാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫ്ലിക്കറിങ് ഒക്കെ ഓവറാണെന്ന് തോന്നുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരുപാട് ഡിസ്റ്റോർഷനൊക്കെ ഉണ്ടാവാൻ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഷട്ടർ വേണ്ട, ഇനി മെക്കാനിക്കലി ചെയ്യണമെങ്കിൽ പോലും അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഏകദേശം 14 ഫ്രെയിം പെർ സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെയുള്ള ഒരു ഫ്രെയിം പെർ സെക്കൻഡ് ഈ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഈ ക്യാമറയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ക്യാമറയിൽ നമുക്ക് സെൻസർ ഷീൽഡ് വരുന്നില്ല. നിക്കോണിൻ്റെ C8 C9-ലെല്ലാം തന്നെ അത് വരുന്നുണ്ട്. സോ ഈ പൊടിയൊക്കെ കയറാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ സെൻസറിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് സെൻസർ ഷീൽഡ് ഇല്ലാത്തത് ഒരു ചെറിയ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ക്യാമറയിൽ വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോണിൻ്റെ C8-ലും ഫ്ലാഗ്ഷിപ്പ് ക്യാമറയായ C9-ലെല്ലാം വരുന്ന സെയിം പ്രൊസസ്സറായ XPEED 7 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. സോ അതിൻ്റെ ഫലമായിട്ട് നിക്കോണിൻ്റെ ഈ C6 പഴയ വേർഷനായ C6 II ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും 20% കൂടുതൽ ഓട്ടോ ഫോക്കസിങ് സ്പീഡാണ് ഈ ഒരു ഫാസ്റ്റായിട്ടുള്ള പ്രൊസസ്സറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഈ XPEED 7 ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിക്കോൺ പറയുന്നത് ഭയങ്കര ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഭയങ്കര ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും നല്ല കറക്റ്റായിട്ട് ഓട്ടോ ഫോക്കസിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓട്ടോ വൈറ്റ് ബാലൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ റിസൾട്ടെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ സോണിയുടെ 7M4 വെച്ചിട്ട് ഓട്ടോ വൈറ്റ് ബാലൻസ് ഇട്ടും അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ഓട്ടോ വൈറ്റ് ബാലൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത പിക്ചേഴ്സൊക്കെയാണിത്. സോ ഇത് ഷൂട്ട് ചെയ്തപ്പം എനിക്ക് എന്താ പറയുക, ആ ഒരു നിക്കോണിൻ്റെ ഈ റിസൾട്ട് കളറും ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് നമ്മൾ C9 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, അത്രയ്ക്ക് ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ പോലും നമ്മൾ ഈ ക്യാമറയുടെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതിന് മുമ്പത്തെ C7 അല്ലെങ്കിൽ C6 II ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അതിനേക്കാളൊക്കെ ഒരുപാട് മുൻപിൽ എത്തിയിട്ടുള്ള ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം ഈ ക്യാമറയ്ക്കുണ്ട്. കാരണം നിക്കോണിൻ്റെ പഴയ ക്യാമറകളിലെല്ലാം തന്നെ നമുക്ക് ഓട്ടോ ഫോക്കസിങ് ചെറിയൊരു ലാഗൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, ഇപ്പോൾ തന്നെ ഈ ഒരു ഓട്ടോ ഫോക്കസിങ്ങിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽ സോണിയുടെ 7M4-ൽ 85 ലെൻസ് ഇട്ടിട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് പോലും സബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഈ ക്യാമറയുടെ 85 ലെൻസ് ഇട്ടിട്ട് സെയിം ഡിസ്റ്റൻസിൽ ആ ഒരു സബ്ജക്റ്റിനെ കറക്റ്റായിട്ട് ഓട്ടോ ഫോക്കസ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ക്യാമറകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഒരു ഓട്ടോ ഫോക്കസ് ഇല്ലെങ്കിൽ പോലും നിക്കോണിൻ്റെ പഴയ ക്യാമറകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താ പറയുക, അതിൽ നിന്നും ഒരുപാട് മാറ്റം നിക്കോണിൻ്റെ ഫോക്കസിങ്ങിന് വന്നിട്ടുണ്ട്. നിക്കോണിൻ്റെ പഴയ ക്യാമറകളുടെ റിസൾട്ടുമായിട്ട് നോക്കുമ്പോഴത്തേനും എന്താ പറയുക, ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തരുന്ന നമുക്ക് പ്രാക്ടിക്കലി യൂസബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിക്കോൺ C6 III എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിങ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം സോണിയുടെ എല്ലാം പുതിയ ക്യാമറയിൽ വരുന്ന പോലെ സബ്ജക്റ്റ് ഡിറ്റക്ഷൻ ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. ഇപ്പം അനിമൽസ്, വെഹിക്കിൾ, ഹ്യൂമൻസ് അങ്ങനെ ഒരു ഏകദേശം 9 സബ്ജക്റ്റോളം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോക്കസിങ് പോയിന്റുകൾ വരുന്നുണ്ട്. സോ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ ഭയങ്കര നല്ല റിസൾട്ട് തന്നെയാണ് ഈ ക്യാമറ നമുക്കിപ്പോൾ കിട്ടുന്നത്. ഈ ക്യാമറയുടെ ISO കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേറ്റീവ് ISO എന്ന് പറയുന്നത് 100 to
64,000 ആണ് ഇതിൻ്റെ ISO എന്ന് പറയുന്നത്. ലോ ലൈറ്റിംഗ് എല്ലാം നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇമേജെല്ലാം തന്നെ ഭയങ്കര കൂടിയ ISOയിൽ എടുത്തിരിക്കുന്ന ഇമേജസ് ആണ്. സോ നല്ല ലോ ലൈറ്റിംഗ് ക്വാളിറ്റി ഇതിൻ്റെ ISO നമുക്ക് തരുന്നുണ്ട്. ഇവൻ ഇതിപ്പോൾ സോണിയുടെ ഇമേജുമായിട്ട് സെയിം ലോ ലൈറ്റിൽ കമ്പയർ ചെയ്ത് എടുത്തേക്കുന്നതാണ്. സോ നമുക്ക് മനസ്സിലാവും നല്ല റിസൾട്ട് തന്നെ ഈ ക്യാമറ ISO പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഈ C6 വന്നിരിക്കുന്ന കാർഡ് സ്ലോട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരെണ്ണം CF എക്സ്പ്രസ് കാർഡാണ്, അത് ടൈപ്പ് ബിയും പിന്നെ ഒരു SD കാർഡ് സ്ലോട്ടുമാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്രീ ക്യാപ്ചറിങ് മോഡ് എന്നുള്ളത്. അത് നമുക്ക് C6 നിക്കോൺ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്തപ്പോഴത്തേനും സോണി A9III കണ്ടിരുന്ന ഒരു ഓപ്ഷനാണ്. 1 സെക്കൻഡിന് മുമ്പേ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ, അതായത് ക്യാമറ നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇപ്പോൾ ഇവൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബേഡൊക്കെ ഫ്ലൈ ചെയ്യുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താ പറയുക, നമ്മളൊരു മൂവ്മെൻറ്റ് മിസ്സായി പോയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 സെക്കൻഡ് മുമ്പ് ആ ഒരു നല്ല മൂവ്മെൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പ്രീ ക്യാപ്ചറിങ് മോഡ്. അത് ഈ ക്യാമറയിൽ നമുക്ക് നിക്കോൺ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് സോണിയിലൊക്കെ റോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും ഈ ക്യാമറ അത് JPEG മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും JPEG ഫോർമാറ്റിലെങ്കിലും ആ ഒരു ഓപ്ഷൻ ഈ ക്യാമറ ഈ ഒരു ബഡ്ജറ്റിൽ തരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഈ ക്യാമറയിൽ നമുക്ക് എന്താ പറയുക, കണ്ടിന്യൂസ് സ്പീഡിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡോ അല്ലെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് JPEG ഫോർമാറ്റിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഓപ്ഷനുണ്ട്. അതുപോലെ ഈ ക്യാമറയിൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഗാ പിക്സൽ നേരെ കുറഞ്ഞിട്ട് ഒരു 11 മെഗാ പിക്സലിൽ മാത്രമേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ക്യാമറയുടെ ഫുൾ ഒരു 24 മെഗാ പിക്സലിൽ ആ ഒരു സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു 120 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 11 മെഗാ പിക്സലുള്ള ഇമേജ് ഈ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതലൊരു പുതിയൊരു ഇന്നോവേറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് തന്നെ റോ ഫോട്ടോസ് ആയാലും JPEG ഫോട്ടോസ് ആയാലും നല്ലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രോപ്പ് ബോക്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലേക്കൊക്കെ ആ ഫോട്ടോസ് ലൈവായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ കണക്ടിവിറ്റിയിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നല്ലൊരു വൈഫൈ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോസ് ലൈവായിട്ട് തന്നെ എടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കണക്ടിവിറ്റിയിലൂടെ എന്താ പറയുക, നിക്കോണിൻ്റെ ഒരു ക്ലൗഡ് കണക്ഷനിലൂടെ നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ക്യാമറയ്ക്ക് നിക്കോൺ തന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തായിട്ട് ഈ ക്യാമറയുടെ വീഡിയോ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും തന്നെ ഇഷ്ടപ്പെട്ട കുറേ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫോട്ടോഗ്രാഫർക്കും അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഈ ക്യാമറ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 6K റെക്കോർഡിങ്, 6K റോ ഫയൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻബിൽറ്റ് ആയിട്ടെന്നുള്ളത് മെയിൻ ഒരു കാര്യം തന്നെയാണ്. അതും 6K 60pയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു റോ ഫയലായിട്ട്. പക്ഷേ അതിൻ്റെ ഈ റോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും എന്താ പറയുക, അതിൻ്റെ എഡിറ്റിംഗ് കമ്പാറ്റബിലിറ്റി ഡാവിഞ്ചി റിസോൾവ് മാത്രമായിട്ടാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റ് സോഫ്റ്റ്വെയറുകളിലെല്ലാം തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലായിരിക്കും ഉണ്ടാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അപ്ഡേഷനിലൂടെയൊക്കെ. അതുപോലെ തന്നെ 4K ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 4K 60 ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും തന്നെ ഒരു മണിക്കൂറോളം ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ക്യാമറയിൽ 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ക്യാമറയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 5 ആക്സിസ് ആയിട്ട് വരുന്ന ഏകദേശം 8 സ്റ്റെപ്പോളം വരുന്ന ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഈ ക്യാമറ തരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ നമ്മൾ കയ്യിലൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം എന്താ പറയുക സ്റ്റഡി ആയിട്ടുള്ള ഷോട്ടുകളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ എല്ലാം തന്നെ നമ്മൾ കൈ പിടിച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസാണ്. സോ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഈ കാണുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് നമുക്കിപ്പോൾ കിട്ടിയത്. C6 II ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറയിൽ നമുക്ക് ഇൻറ്റേർണലായിട്ട് തന്നെ നിക്കോണിൻ്റെ N-Log ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ക്യാമറ ഒരു എന്താ പറയുക, ഒരു വീഡിയോ സെൻട്രിക് ആയിട്ടുള്ള ക്യാമറ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഫോട്ടോഗ്രാഫിക് ആണെങ്കിലും വീഡിയോഗ്രാഫിക് ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ നമുക്ക് പുതിയ ക്യാമറയിലൂടെ നിക്കോൺ തരുന്നുണ്ട്. അതുപോലെ വീഡിയോയുടെ കാര്യത്തിൽ ഓട്ടോ ഫോക്കസിങ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് കിട്ടിയത്. അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം തന്നെ ഈ ക്യാമറയുടെ വീഡിയോഗ്രാഫിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോഴത്തേനും നിക്കോൺ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള മൈക്കിൻ കൊടുക്കാവുന്ന ഒരു സ്ലോട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു മിക്സറേന്നോ ഒക്കെ ആണെങ്കിലും ഡയറക്റ്റ് ലൈൻ എടുത്തിട്ട് ഈ ക്യാമറയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈൻ ഇൻ പോർട്ട് ഈ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഓഡിയോ എല്ലാം ക്വാളിറ്റി നോക്കുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം നിക്കോണിൻ്റെ ക്യാമറകളുടെ കളറും ടോണും എല്ലാം തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പോൾ പോർട്രേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ക്യാമറയിലായിട്ട് നമുക്ക് റിച്ച് പോർട്രേറ്റ് ടോൺ എന്ന് പറഞ്ഞും അല്ലെങ്കിൽ സ്കിൻ സോഫ്റ്റനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്
നമുക്ക് എന്താ പറയുക ആ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഈ ക്യാമറയിൽ വന്നിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേനും ഈ ഒരു സോഫ്റ്റനിങ് മോഡൊക്കെ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോർട്രേറ്റിനൊക്കെ നല്ല ഫീൽ കിട്ടുന്ന രീതിയിലുള്ള സെറ്റിങ്സുകളെല്ലാം തന്നെ ഈ ക്യാമറയിൽ നിക്കോൺ തന്നിട്ടുണ്ട് പുതിയതായിട്ട്. നമ്മുടെ ഈ സ്കിൻ സോഫ്റ്റനിങ് ഓണാക്കി ഇട്ടാൽ പോലും നമ്മുടെ ഹെയറിൻ്റെയോ അല്ലെങ്കിൽ ഐയുടെയോ ഒന്നും ഡീറ്റെയിൽസ് പോവാതെ അതെല്ലാം ഷാർപ്പായിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്കിൻ ഏരിയാസ് എല്ലാം സോഫ്റ്റ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് എഫക്റ്റ് ഈ ക്യാമറയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്രയും നാൾ നിക്കോണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറകളൊക്കെ ഇറങ്ങുന്നുണ്ട്, ലെൻസുകൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് കമ്പനികളുടെ ഒരു ലെൻസും ഇപ്പോൾ സോണിയുടെയൊക്കെ ആണെങ്കിലും ഒരു ലെൻസിൻ്റെ ലൈനപ്പുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയ്ക്കൊരു ലെൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. സോ എന്തായാലും ഇപ്പോൾ നിക്കോണിൻ്റെ പുതിയ 85 വരുന്നുണ്ട്, അല്ലെങ്കിൽ 35 ഉണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാ ലെൻസുകളും തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നിക്കോണിൻ്റെ എന്താ പറയുക നല്ല ഇത്തരം പുതിയ പുതിയ ഫീച്ചേഴ്സുള്ള ക്യാമറകൾ വരുന്നുണ്ട്, ലെൻസുകൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തായാലും മറ്റ് കമ്പനികളുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം തന്നെ നിക്കോൺ പുറത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ എന്തായാലും കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ച് നിക്കോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇനി നിക്കോണിലേക്ക് മാറാനിരിക്കുന്ന ആളുകൾക്കും നല്ല റിസൾട്ട് തരുന്ന ഒരു ക്യാമറയാണ് നിക്കോൺ C6 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ക്യാമറകൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ റിസൾട്ടുകളും അഭിപ്രായങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഇമേജസും കാര്യങ്ങളെല്ലാം തന്നെ നിക്കോണിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു കളർ ടോണും പോർട്രേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയും എല്ലാം തന്നെ നിക്കോൺ കീപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ക്യാമറയാണ് നിക്കോണിൻ്റെ C6 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാടായിട്ട് ഇപ്പോൾ ലോ ലൈറ്റിങ്ങിലായാലും ഓട്ടോ വൈറ്റ് ബാലൻസ് ആണെങ്കിലും മാർക്കറ്റിലുള്ള മറ്റ് ക്യാമറകളുമായിട്ട് മത്സരിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഈ ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ഇപ്പോൾ നിക്കോണിൻ്റെ യൂസേഴ്സ് ആണെങ്കിലും ഇനി മാറാനൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മളോട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.